പെഹൽഗാമിൽ ഒരു പ്രശ്നമല്ലേ സാർ? പെഹൽഗാമല്ല പ്രശ്നം. പോളണ്ടിൽ എന്ത് സംഭവിച്ചു? പോളണ്ടിനെ പറ്റി നീ ഒരു അക്ഷരം മിണ്ടരുത്. നമ്മുടെ ജമ്മു കാശ്മീരിലെ നമ്മുടെ ജമ്മു കാശ്മീർ ഒന്നുമില്ല. പറയട്ടെ, ഇന്ത്യയുടെ 5 പ്ലെയിൻ പോയി ഇത്തവണത്തെ ഈ സിന്ദൂരിന് പോയിട്ട് 5 പ്ലെയിൻ പോയി. നിങ്ങൾക്ക് ന്യൂസ് ഉണ്ടോ? നമ്മുടെ 26 നിങ്ങൾക്ക് 5 ചോദിച്ച ആൾക്കാർ ആരാണെന്നുള്ള കാര്യം ഇവിടുത്തെ ഗവൺമെന്റ് ഉത്തരം പറയാൻ ബാധ്യത തന്നെയാണ്. ഒന്ന് ഇവിടെ ഇലക്ഷൻ വോട്ട് ആയിട്ട് അത് മാറ്റാൻ പറ്റും. നമ്മുടെ ജമ്മു കാശ്മീരിലെ നമ്മുടെ ജമ്മു കാശ്മീർ ഒന്നുമില്ല. പറയട്ടെ പെഹൽഗാമില് നമ്മുടെ മതം ചോദിച്ച് ഞാൻ പറഞ്ഞാലും മതം ചോദിച്ച ആൾക്കാർ ആരാണെന്നുള്ള കാര്യം ഇവിടുത്തെ ഗവൺമെന്റ് ഉത്തരം പറയാൻ ബാധ്യത തന്നെയാണ്. 200 കിലോമീറ്റർ ഉള്ളിനകത്ത് വന്നിട്ട് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഗവൺമെന്റിന് സപ്പോർട്ട് ഇല്ലാതെ നടക്കത്തില്ല. അതൊക്കെ അങ്ങനെ തന്നെ അറിയണം. പുൽവാമയില് ആൾക്കാർ ചാകണമെന്നുണ്ടെങ്കിൽ അതൊക്കെ മറച്ചു വെക്കുന്നതുകൊണ്ട് മാത്രമേ അതൊക്കെ നടക്കത്തുള്ളൂ. ഇതേ സംഭവം നമ്മുടെ മുംബൈ അറ്റാക്ക് ഉണ്ടായിരുന്നു. ഏത്? നമ്മുടെ മുംബൈ അറ്റാക്ക് സംഭവിച്ചില്ലായിരുന്നോ? എവിടെ? മുംബൈയിൽ അറ്റാക്ക്, താജ് ഹോട്ടൽ. ഞാൻ പറഞ്ഞില്ലേ, ഇത് അതിനകത്തേക്കൊക്കെ ഇറങ്ങി കഴിഞ്ഞാലുണ്ടല്ലോ കാർക്കരെ മറിച്ച് എങ്ങനെയാണെന്നുള്ളതിനൊക്കെ ഞാനൊക്കെ ഇതുപോലെ അവിടെ എല്ലാം പോയി അന്വേഷിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ്. വർഷങ്ങൾക്ക് ശേഷം, അതായത് കഴിഞ്ഞ കൊല്ലം നമ്മുടെ ചിദംബരം, അന്നത്തെ ഡിഫൻസ് മിനിസ്റ്റർ ചിദംബരം ആയിരുന്നു. ആ ചിദംബരം കഴിഞ്ഞ ഒരു പത്രസമ്മേളനത്തില് കൊടുത്തൊരു അഭിമുഖത്തിൽ പറഞ്ഞതായിരുന്നു, അന്ന് തിരിച്ചടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഇന്ത്യക്ക്, പക്ഷേ തിരിച്ചടിക്കാനായിട്ട് അമേരിക്ക സമ്മതിച്ചില്ല എന്നാണ് ചിദംബരം മറുപടി കൊടുത്തത്. ഒരു പ്രവർത്തകരോട് പറഞ്ഞതാണത്. അത് കോൺഗ്രസ് ആണ് അന്ന് ഭരിച്ചിരുന്നത്. അതുകൊണ്ട് അപ്പോൾ അതെന്താണ്? അതിന് ഇപ്പോഴും അടിച്ചിട്ടില്ല. ഇന്ത്യയുടെ 5 പ്ലെയിൻ പോയി ഇത്തവണത്തെ ഈ സിന്ദൂരിന് പോയിട്ട് 5 പ്ലെയിൻ പോയി. നിങ്ങൾക്ക് ന്യൂസ് ഉണ്ടോ? നമ്മുടെ 26 നിങ്ങൾക്ക് 5 പ്ലെയിൻ പോയ കാര്യം അറിയാവോ? അറിയാം. എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടോ? 26 പേര് നമ്മുടെ ഇവിടെ മരിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ആ പറയുന്ന പെഹൽഗാമിൽ 26 പേര് മതം ചോദിച്ചു കൊന്നു. ആ മതം ചോദിച്ചു കൊന്നു എന്ന് പറയുന്ന സാധനം അത് വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയമായിട്ട് ചെയ്തെടുത്തിട്ടുള്ള സാധനമാണ്. അല്ലാതെ ഇലക്ഷൻ ജയിക്കാനുള്ള സാധനമാണ്. അപ്പൊ 2008 മറ്റെടുത്ത് പുൽവാമയായിരുന്നു ആദ്യത്തെ. പുൽവാമയില് അന്ന് ഞാൻ പറഞ്ഞ എന്തുകൊണ്ട് അവർക്ക് തിരിച്ചടിക്കാൻ പറ്റില്ല? ഞാൻ പറഞ്ഞ തിരിച്ചടിക്കാൻ കഴിയില്ല. കഴിയാതിരിക്കുന്ന ഇപ്പൊ എന്തുകൊണ്ട് കഴിയാതെ? അന്നെന്താ കഴിയാതെ? എല്ലാ സമയങ്ങളും കഴിയാതിരിക്കുന്നുണ്ട്. ഇപ്പോഴും കഴിയുന്നില്ല. 3 ദിവസത്തെ യുദ്ധം കഴിഞ്ഞപ്പോ നിർത്തിയത് എന്താ? ട്രംപ് എത്ര തവണ പറഞ്ഞ് ഞാനാണ് യുദ്ധം നിർത്തിയതെന്ന്? നിഷേധിച്ചിട്ടുണ്ടോ ഇവിടുത്തെ ഗവൺമെന്റ്? നിങ്ങൾ എന്തോന്നായി പറയുന്നേ? ചെയ്യുന്നില്ല. ഇപ്പൊ ഈ ഇറാന്റെ അടുത്ത് നിന്ന് ഓയിൽ മേടിക്കുന്നുണ്ട്, റഷ്യയിൽ നിന്ന് ഓയിൽ മേടിക്കുന്നുണ്ട്. നിങ്ങൾ ആരോട് പറയുകയാണ്? അമേരിക്ക ഭരിക്കുന്ന രാജ്യമാണിത്. പക്ഷെ അന്ന് അമേരിക്ക തിരിച്ചടിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് തന്നെയാണ്. കോൺഗ്രസ് ആയാലും എന്ത് വ്യത്യാസം? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നമ്മൾ ഇന്ന് പറയുന്ന നിലവാരത്തില് ശക്തമായിട്ട് മാറുന്നതിന് കഴിയില്ല. ഇപ്പോഴും കഴിയില്ല സാർ. ഞാൻ അന്നത്തെയും, അതായത് 2007-ലെയും അതായത് 2025-25-ലെയും കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞു കോൺഗ്രസ് ആകുന്ന കാരണം കൊണ്ട് വ്യത്യാസമൊന്നും വരത്തില്ല. കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും അത് ഓക്കെ. ഡിഫൻസ് മിനിസ്റ്ററായ ചിദംബരം ഒരു തുറന്നു പറച്ചിലാണ് പറഞ്ഞത്. അത് തന്നെ, അങ്ങനെ തുറന്നു പറയേണ്ടി വരുന്നത് അങ്ങനെയാണെന്ന്. ഇത് അദ്ദേഹത്തിന് അടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അടിക്കാൻ പറ്റാതിരിക്കുന്ന ഒരു ഞാൻ പറഞ്ഞില്ലേ, ഈ ചൈനയായിട്ട് ഗുസ്തി പിടിക്കുകയല്ലേ ചെയ്തത്. 22 ഇന്ത്യക്കാർ ചത്തില്ലേ? എന്താ യുദ്ധം ചെയ്യാഞ്ഞേ? പറഞ്ഞാൽ മതി. നരവനയ്ക്ക് കൊടുത്തതാണ്. 22 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും വടി കൊണ്ട് അടിച്ചിട്ടാണ് ചത്തത്. എല്ലാവരുടെയും കയ്യില് തോക്കുണ്ടായിരുന്ന, ഈ ഏറ്റവും ആധുനികമായ തോക്കുണ്ടായിരുന്നതല്ലേ? അതെന്താണ് ഒരു യുദ്ധമായിട്ട് മാറാത്തത്? എന്താ? നിങ്ങൾ ഈ അവിടെ മുണ്ട് പൊക്കി നോക്കി മുസ്ലിം ആണെന്ന് നോക്കിയിട്ട് മാത്രം ചാകാനിരുന്ന ആളാണല്ലോ അത്. അപ്പൊ ഈ ചൈനക്കാർ കൊല്ലുന്ന സമയത്ത് ഒരു പ്രശ്നമില്ല. പെഹൽഗാമിൽ ഒരു പ്രശ്നമല്ലേ സാർ? പെഹൽഗാമല്ല പ്രശ്നം. പെഹൽഗാമിൽ കൊന്നത് പ്രശ്നമല്ലേ? പ്രശ്നമല്ല. എനിക്ക് രണ്ടും ഒരേപോലെ കൈകാര്യം ചെയ്യുന്നത്. ഒന്ന് ഇവിടെ ഇലക്ഷൻ വോട്ട് ആയിട്ട് അത് മാറ്റാൻ പറ്റും, മറ്റേത് അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അതിനകത്ത് മതമില്ല. ചൈനക്കാർ 22 പേരെ കൊന്നപ്പോ അത് കഥയില്ലാതായി പോയത്. ആ സമയത്ത് ഇലക്ഷൻ ഉണ്ടായിരുന്നില്ലല്ലോ. എന്തായി പറയുന്നത്? ഇലക്ഷന് നിങ്ങൾ അതുകൊണ്ടാണ് ഇന്ത്യൻ ഗവൺമെന്റ് മുസ്ലിം വിരോധം ഉണ്ടാക്കുന്നതിന് അത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് കാണുന്നതുകൊണ്ടാണ് അത് ഇലക്ഷൻ ഉപയോഗിക്കുന്നത്. അതേ സമയത്ത് ചൈനക്കാരൻ കൊല്ലുന്ന സമയത്ത് അത് ആ ലെവലിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതിന് മറുപടി പറയാൻ പറ്റില്ല. കോൺഗ്രസ്സുകാർ ഇതേ ഞാൻ കോൺഗ്രസ്സുകാരും എന്താണ് BJP-ക്കാരും എനിക്കില്ല.
ഇന്ത്യൻ ഗവൺമെന്റിൽ ഇരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം ആളുകളെ വിഭജിച്ച് ഭരിക്കുക എന്ന് പറയുന്ന കോൺഗ്രസിനകത്ത് വലിയൊരു വിഭാഗമാണ് BJP. അതൊക്കെ അത് എനിക്ക് എന്താ അത്ഭുതകരമായിട്ടുള്ളത്. 2007 അങ്ങനത്തെ ഒരു സംഭവം തിരിച്ചടിക്കാൻ പറ്റാതിരുന്നത് അത് നമ്മുടെ ഇന്ത്യയുടെ വീഴ്ച തന്നെയല്ലേ? ഇന്ത്യയുടെ വീഴ്ചയൊന്നുമല്ല. പിന്നെ ഇന്റർനാഷണൽ കഴിയില്ലെന്ന് നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾക്ക് ഭരിക്കാനൊന്നും സൗകര്യം ഇല്ലാതിരിക്കുന്ന നിങ്ങൾ ഇവിടെ എന്റെ അടുത്ത് വാചം അടിക്കുന്നതുകൊണ്ട് മാത്രം പറയുന്ന വരിയല്ലേ? ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ ആയിട്ട് 750 സൈന്യ താവളമുള്ള ഒരു രാജ്യമാണ് അമേരിക്ക. നമ്മൾ അമേരിക്ക തിരിച്ചടിക്കാനല്ല പിന്നെ അമേരിക്ക അല്ലാതെ പിന്നെ എങ്ങനെ അടിക്കും? പാകിസ്ഥാൻകാരാണ് അവര് പാകിസ്ഥാൻകാർ ഞാൻ പറയുന്നത് പാകിസ്ഥാൻ എന്ന് പറയുന്ന അന്ന് അമേരിക്കയുടെ ഡയറക്റ്റ് ആയിട്ട് സപ്പോർട്ടുള്ള ആളാ. അതിന് ഉത്തരം പറയാൻ നമുക്ക് ബാധ്യത വരും. ആകെപ്പാടെ എന്താണ് ഇന്ദിരാഗാന്ധി 7ാം കപ്പൽപ്പട വരുന്ന സമയത്ത് ഞങ്ങൾ അതിനെ എതിർക്കും എന്ന് പറയുന്നത് റഷ്യക്കാർ സപ്പോർട്ട് വരുന്ന പൊസിഷൻ എടുക്കുന്നുകൊണ്ടാണ്. ഇന്റർനാഷണൽ സപ്പോർട്ട് ഇല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ യുദ്ധങ്ങൾ മുമ്പോട്ട് പോകുന്നില്ലെന്ന്. ഇത് വേറെ രാജ്യം ഇപ്പൊ ഇറാൻ അവിടെ യുദ്ധം ചെയ്യുന്ന സമയത്ത് ചൈനയും റഷ്യയും സപ്പോർട്ട് കൊടുക്കുന്നുകൊണ്ടാണ് അത് നടക്കുന്നത്. ഇല്ലെങ്കിൽ ലിബിയ തകർന്നു പോയാലേ നമ്മൾ എന്താണ് വെനിസ്വേലയിൽ നിന്ന് ആളെ പിടിച്ചോണ്ട് പോകുമ്പോ നിങ്ങൾ എന്താണ് പറയാത്ത ഒന്നും? ഇതേ കാരണം കൊണ്ടാണ്. അവർക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. നശിച്ചു പോയ സ്ഥലല്ലേ? ഞാൻ പറഞ്ഞു ഇന്ത്യ നിങ്ങൾ തെറ്റായിട്ട് ധരിക്കുന്ന